വിലക്കയറ്റം തടയുന്നതിലും വിപണി ഇടപെടലിലും സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഓണക്കാലത്ത് പോലും വിപണി ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ലെന്നും പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയിൽ ആരോപിച്ചു. തുടർച്ചയായ 3-ാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ വർഷമാണ് കടന്നുപോയതെന്നും പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യം മുൻപ് സമ്മതിച്ചതാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ഓണവിപണി ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തിയതല്ലാതെ പ്രസംഗിച്ചിട്ട് പോലുമില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പ്രസംഗത്തിന്റെ ശബ്ദരേഖ അയക്കാമെന്നായി മന്ത്രി. സ്ഥിതി വിവര കണക്ക് നിരത്തി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും മന്ത്രി തയ്യാറല്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്പർ 1 കേരളം. സാർ, 1 മാസമല്ല, 2 മാസമല്ല, തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1-ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ എന്താണ് സാർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത്? വെളിച്ചെണ്ണയുടെ വില, പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ചുട്ടു തിന്നേണ്ടി വരും. ഈ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തേണ്ട സംവിധാനങ്ങളാണ് ഈ സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒക്കെ. സാർ, ഇവിടെ അവര് ഈ 24-ൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത് പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് 420 കോടിയാണ്. വകയിരുത്തിയത് 205 കോടിയാണ്. അതിൽ ചെലവഴിച്ചത് 176 കോടിയാണ്. സപ്ലൈകോയ്ക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നൽകുന്നില്ല സാർ. അതുകൊണ്ട് അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. അതുമൂലം സപ്ലൈകോ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1-ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഇത് വെറുമൊരു വിലവർധന സാധാരണക്കാരനെ ബാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1. അത് നമ്മുടെ സാമ്പത്തിക സാഹചര്യത്തെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പോലും അത് ഗൗരവതരമായി കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. ഓരോ സാധനത്തിനും ഉണ്ടാകുന്ന വിലക്കയറ്റം പോലും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുള്ള കൗണ്ടർ ഇൻവെൻഷൻ അതില്ല. അതാണ് പ്രശ്നം. ശരി, നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം. ഞങ്ങളുടെ ഡിമാൻഡ് അതാണ്. നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം. നിങ്ങൾ മാർക്കറ്റ് എന്താണെന്ന് സ്റ്റഡി ചെയ്യണം. മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള 7270 കോടി രൂപ സപ്ലൈകോ വഴി മാർക്കറ്റ് ഇന്റർവെൻഷനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി ഇടതുപക്ഷ ഗവൺമെന്റ് 1ഉം 2ഉം പിണറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുക. കേരളത്തിലെ ജനങ്ങൾ ഇനിയുള്ള നാളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മറ്റ് കൺസ്യൂമർ ഫെഡിന്റെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ആശ്വാസം പകരാനും ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കാം. അരിയുടെയും പച്ചക്കറിയുടെയും പലവ്യഞ്ജന സാധനങ്ങൾ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ ഗവൺമെന്റ് എടുത്ത നിലപാട്, അതാണ് മാർക്കറ്റ് ഇന്റർവെൻഷനായി നമ്മൾ കാണുന്നത്. അത് ഫലപ്രദമായി നിർവഹിച്ചു.